അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, ദീർഘകാലം CPM-നോടൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയാണ് താങ്കൾ. CPM-ന് വേണ്ടി ഈ വേദിയിൽ തന്നെ വീറോടെ വാദിച്ച ഒരാൾ കൂടിയാണ് താങ്കൾ. പക്ഷേ അഡ്വക്കേറ്റ് ബി എൻ അസ്കറിന് ഈ സർക്കാരിൻ്റെ അവസാന കാലത്ത് ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അസ്കർ നേരത്തെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി, വസ്തുത തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിഞ്ഞ പാർട്ടി അണികൾ അവർക്കൊരു അവസരം വീണ് കിട്ടിയ സമയത്ത് അത് ഫലപ്രദമായി വിനിയോഗിച്ചു. പാർട്ടി അണികൾ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇപ്പോഴും പിണറായിയുടെ അപ്രമാദിത്വം അത് അംഗീകരിക്കുകയാണ് പാർട്ടി. വിമർശനങ്ങൾ അതൊക്കെ ഉണ്ടാവട്ടെ, ഒരു ഭാഗത്ത് വരട്ടെ. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന ആളാണ് ഹാഷിം അരിയിൽ. ഇടതുപക്ഷത്തെ പല ഘടകകക്ഷി നേതാക്കന്മാരും പിണറായിയുടെ ശൈലി ശരിയല്ല എന്ന് ആക്ഷേപിച്ചിരുന്നു, വിമർശിച്ചിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു ഹാഷിം അരിയിൽ മറന്നുപോയതായിരിക്കാം. ഇപ്പോൾ നോക്കൂ, ശൈലി മാറ്റില്ല. മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിലും പ്രതിപക്ഷ നേതാവായിക്കൊണ്ട് താൻ പഴയതുപോലെ പ്രവർത്തിക്കും എന്ന് പരോക്ഷമായി പിണറായി ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. അണികൾ ഇപ്പോൾ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടക്കുകയാണ്, തെരഞ്ഞെടുപ്പ് പരാജയ കാരണങ്ങൾ വിലയിരുത്താനായിട്ട്. അവിടെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ്. ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങളെക്കാൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ ഉയരുന്നത്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, വിമർശിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, പാർട്ടിയെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട്. അനിൽ നമ്പ്യാർ, ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു പ്രശ്നം, CPIM എപ്പോഴും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് സമഗ്രമായി റിവ്യൂ ചെയ്യുന്ന പതിവും, ആ റിവ്യൂ റിപ്പോർട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ചർച്ച ചെയ്യുന്ന പതിവും CPM-നുണ്ട്. അതാണ് പാർട്ടിയുടെ സംഘടനാ രീതി. ഇവിടെ വ്യത്യസ്തമായി ഇവിടെ നടന്നിട്ടുള്ള ചില വസ്തുതകൾ കൂടി മനസ്സിലാക്കപ്പെടേണ്ടത്. പാർട്ടിയുടെ പരാജയത്തിന് ശേഷം CPIM എടുത്തിട്ടുള്ള ഒരു നിലപാടുകളെ സംബന്ധിച്ച് വിശദമായി ചർച്ച പാർട്ടിയുടെ PB-യിൽ ഉണ്ടാവുകയും തുടർന്ന് പാർട്ടി PB-യും കൂടുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതിനു വേണ്ടി പാർട്ടി PB സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമഗ്രമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടന്നു, അധികാര വടംവലികൾ ഉണ്ടായിരുന്നു. സഖാവ് പിണറായി വിജയൻ, അങ്ങ് ഓർക്കുന്നുണ്ടാകും, സഖാവ് പിണറായി വിജയൻ ഇപ്പോ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരുന്നില്ല എന്ന തീരുമാനം എടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ് നേരെ വാടക വീട്ടിലേക്ക് പോകുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി പരിശോധിക്കണം. യഥാർത്ഥത്തിൽ അതിനുശേഷം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് എന്ന നിലയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് KN ബാലഗോപാലായിരുന്നു പ്രതിപക്ഷ നേതൃനിരയിലേക്ക് വരേണ്ടിയിരുന്നത്. സഖാവ് P രാജീവിന്റെ പരാജയവും തുടർന്ന് സഖാവ് P രാജീവും അതുപോലെ തന്നെ ഈ സഖാവ് മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട്, കാരണം സഖാവ് ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായാൽ വരുന്ന 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായി ജനങ്ങൾ കാണാൻ സാധ്യതയുള്ളത് സഖാവ് KN ബാലഗോപാലിനെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് രണ്ടാം നിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക് മുന്നിലേക്ക് വരാൻ, അതായത് പ്രത്യേകിച്ച് സഖാവ് മുഹമ്മദ് റിയാസിന് മുൻനിരയിലേക്ക് വരാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കുന്നത്. തുടർന്ന് ഈ വിവരം പാർട്ടിയുടെ PB-യിലേക്ക് അറിയിക്കുന്നു. അവൈലബിൾ PB ഡൽഹിയിൽ കൂടുന്നു. അവൈലബിൾ PB-യിൽ പങ്കെടുത്ത സഖാവ് അശോക് ദാവ്ലെ മുതൽ അരുൺകുമാർ, സഖാവ് വിജു കൃഷ്ണൻ അടക്കമുള്ള അവൈലബിൾ PB-യിൽ നടന്ന ചർച്ചയിൽ ഈ പ്രതിപക്ഷ നേതാവായി സഖാവ് പിണറായി വിജയൻ വരാൻ പാടില്ല എന്ന തീരുമാനമെടുക്കുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ സഖാവ് MABB ഓൺലൈനിലായിട്ട് PB കൂടാൻ അന്ന് തീരുമാനിക്കുകയും അന്ന് വൈകുന്നേരം 18 PB അംഗങ്ങളാണ് CPIM-നുള്ളത്. ആ 18 PB അംഗങ്ങളിൽ സഖാവ് വാസുകി ഒഴികെ 17 PB അംഗങ്ങൾ ഓൺലൈനായി കൂടുകയും വോട്ടെടുപ്പിലൂടെ ആണ് ഒടുവിൽ 10 PB അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് സഖാവ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് അംഗീകരിക്കപ്പെടുന്നത്. ഇതിൽ വളരെ സവിശേഷമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് ബംഗാൾ ഘടകം പലപ്പോഴും രാഷ്ട്രീയ നിലപാടുകളിൽ കേരള ഘടകത്തിന് വ്യത്യസ്തമായ നിലപാടാണ് എടുത്തിരുന്നത്. സഖാവ് നീലപ്പൊൽ ബസു
പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകരുത് എന്ന് വോട്ട് ചെയ്തപ്പോ മുഹമ്മദ് സലീമും ത്രിദീപും അടക്കമുള്ള ബംഗാളിൽ നിന്നുള്ള പാർട്ടി PB അംഗങ്ങൾ പിണറായി വിജയന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത് വസ്തുതയാണ്. ഇപ്പോ ഒരുപക്ഷെ ആശം വിചാരിക്കും ഞങ്ങൾക്കൊക്കെ ഇപ്പോഴും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി മുതൽ PB മുതൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ഏതൊക്കെ ഏരിയ കമ്മിറ്റിയിൽ എവിടൊക്കെ ചർച്ച നടന്നു എന്നൊക്കെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കും ആ വിവരങ്ങളൊക്കെ അപ്പൊ കിട്ടാനുള്ള മാർഗമുണ്ട്. CPM ഒന്നും ഇപ്പൊ ഇരുമ്പ് മറക്കിലുള്ള ചർച്ചയൊന്നും നടത്തുന്നില്ലെന്ന വസ്തുത മനസ്സിലാക്കൂ. ആ വസ്തുതയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ വർത്തമാനം പറയുന്നത്. ഇത് വളരെ കൃത്യമായ കണക്കാണ്. ഇത് CPM-ന് പോലും നിഷേധിക്കാനല്ല. അപ്പൊ ചോദിക്കും ഞാൻ ഈ PB പങ്കെടുത്തോ ഈ കാര്യങ്ങളൊക്കെ അറിയാനെന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ അത് PB കഴിഞ്ഞാൽ അടുത്ത മിനിറ്റിൽ ഡൽഹിയിലെ CPM ബീറ്റ് നോക്കുന്ന പത്രക്കാർക്ക് ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് ഞാൻ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ ഇത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഒരുപക്ഷെ ഞാനെന്നല്ല, ഈ അണികളായിട്ടുള്ള കേരളത്തെ നേതൃത്വത്തെ തിരുത്തിയ അണികൾ, ഞാനൊക്കെ അണികളായിരുന്നു CPM-ന്റെ. ആ അണികൾ മുഴുവൻ ആഗ്രഹിച്ചിരുന്നതും ഇത്തരം ഒരു മാറ്റം, രണ്ടാം നിര നേതൃനിരയുടെ മാറ്റമായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടിയിരുന്നത്. ആ പ്രതീക്ഷ കൂടി നിലവിൽ പോയി. കാരണം ഇത് നടക്കേണ്ടിയിരുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം പാർട്ടി പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ പാർട്ടിയുടെ ഇപ്പോ അശോക് ദാവ്ലെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതൃനിരയിലേക്ക് വരുന്ന ആളുകൾക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് വസ്തുത. ആ 4 ഗുണം സമരോത്സുകതയും താത്വിക അടിസ്ഥാനവും അടിസ്ഥാനമാക്കിക്കൊണ്ടിട്ടുള്ള ഈ 4 ഗുണങ്ങളുള്ള ഏക നേതാവെന്ന് CPM കേന്ദ്ര PB-യിലുള്ളത് സഖാവ് അശോക് ദാവ്ലെയാണ്. അപ്പോൾ സഖാവ് അശോക് ദാവ്ലെയോ സഖാവ് വിജു കൃഷ്ണയെ അടക്കമുള്ള ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്ലീനം കൂടി പിരിച്ചുവിട്ട് പുതിയ ഘടകമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി രക്ഷപ്പെടുന്നതിനുള്ള ഏക മാർഗം. ഗോവിന്ദൻ മാസ്റ്ററെയും അതുപോലെ തന്നെ പിണറായി വിജയനെയും വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒന്നാലോചിക്കൂ, 61 വയസ്സുള്ള മുഖ്യമന്ത്രിയെ നേരിടുന്നതിന് 81 വയസ്സ് ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന, ഞാനല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന 81 വയസ്സിനെ വയോവൃദ്ധനെ ഒരു പ്രതിപക്ഷ നേതാവ് കൈവച്ചു. നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് ഇപ്പോ ആരാധ്യനായ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VD സതീശൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്തായിരുന്നു? കഴിഞ്ഞ 5 കൊല്ലക്കാലം അദ്ദേഹം നിരന്തരം, ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം, ഞാൻ ഇടതുപക്ഷം വിട്ട് RSPയിലേക്ക് പോകുന്നത് 4 മാസം ആവുന്നു. ആ 4 മാസത്തിനിടയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 4 തവണ പ്രതിപക്ഷ നേതാവ് യാത്ര ചെയ്തിട്ടുണ്ട്. പുതിയ പിറവി യാത്രയും അല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 140 മണ്ഡലങ്ങൾ ടച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോ പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ യാത്ര ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാകും. മാത്രമല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഉറപ്പായും ധരിച്ചു വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് LDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയത്തിലേക്ക് പോയി എന്നുള്ളത് 2 ഘടകങ്ങളാണ്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്, കേരളത്തിൽ 1 കിലോമീറ്റർ കഴിയുമ്പോൾ വെച്ചിട്ടുള്ള വലിയ ഹോർഡിങ്സ് ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥത്തിൽ ഞാൻ ഐക്യജനാധിപത്യ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ഒക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് സഖാവ് പിണറായി വിജയനാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ പോയത്. ആ ജനങ്ങൾ ആ മുഖം കണ്ടതിന്റെ പേരിൽ മാത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തത്. അല്ലാതെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും വലിയ മികവ് കൊണ്ടോ ഒന്നും അല്ല എന്നുള്ള വസ്തുത കൂടി. കഴിഞ്ഞ 10 വർഷത്തെ ഇപ്പോഴും പാർട്ടി വിലയിരുത്തുന്നതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചില കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സംസ്ഥാന സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ തുറന്ന് സമ്മതിക്കും. പക്ഷേ അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കേന്ദ്ര സർക്കാർ ഏതെങ്കിലും വികസന പ്രവർത്തനം നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നേട്ടമാണെന്ന് കേന്ദ്ര സർക്കാർക്കൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം അതിനാണല്ലോ ഞങ്ങൾ ഇപ്പോൾ ഉള്ള സാധാരണ ജനങ്ങൾ നികുതി തരികയും ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ പൗരന്മാർ വോട്ട് ചെയ്ത് അവരെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഈ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ വികസനം നടത്തി എന്ന് അവകാശപ്പെടുന്നു എന്നതാണ് ഒരിടത്ത്. ആ വികസനത്തിന്റെ കണക്കുകളൊക്കെ നമുക്കറിയാം. ആ കണക്കുകളൊക്കെ ഇപ്പൊ പരിശോധിക്കപ്പെടാൻ പോകുന്നത് കൂടിയാണ്. അപ്പൊ വികസനത്തെ കണക്കുകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യരോടുള്ള ഇടപെടലുകൾ നമുക്കിപ്പോ 2 മുഖ്യമന്ത്രിമാരുടെ ഓഫീസുകൾ തന്നെ പരിശോധിക്കാം. മുമ്പ് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അരികിലൂടെ പോലും ഒരു ഈച്ചയ്ക്ക് പോലും പോകാനാവില്ലായിരുന്നു. ഒരു മനുഷ്യരെയും ആ ഓഫീസ് കണ്ടതായി നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കോ അല്ലെ ആർക്കെങ്കിലും പറയാൻ കഴിയോ?
ഒരു മനുഷ്യനെ അങ്ങോട്ട് കടത്തിവിടില്ലായിരുന്നു. ഒരു മനുഷ്യനുമായി സംവദിക്കുന്നതിന് സാഹചര്യമുള്ളത്. ഇപ്പോ മുഖ്യമന്ത്രി നേരത്തെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ സാഹചര്യം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ആ ഓഫീസ് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്സസ് കിട്ടുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തിളങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഒരു വലിയ വ്യത്യാസമാണ്. ആ വ്യത്യാസം വളരെ കൃത്യമായി നാം അഡ്രസ് ചെയ്തേ മതിയാവൂ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൂടി കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ മാറി നിൽക്കണമെന്ന് നേതൃത്വത്തെ തിരുത്തിയ അണികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അത് ഇപ്പോഴും മനസ്സിലാക്കാതിരിക്കുക. എം വി ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹം താത്വികമായി മാധ്യമങ്ങളെ കാണും. ഓരോ തവണ മാധ്യമങ്ങളെ കാണുന്നതോടുകൂടി ജനങ്ങൾ വെറുത്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് വസ്തുത. കാര്യം അത് കാണുന്ന അവസരത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഈ സീസണിലെ ഏറ്റവും വലിയ കൊമേഡിയനായിട്ട് മാറി എം വി ഗോവിന്ദൻ അല്ലേ? ഏറ്റവും വലിയ കൊമേഡിയൻ ജോക്ക. അല്ല, ഞാനൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം ഒരു സംസ്ഥാന സെക്രട്ടറിയായി വരുന്ന ഘട്ടത്തിൽ ഈ പാർട്ടിയിൽ അതിന്റെ താത്വികമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നിർണായകമായി പങ്കുവഹിക്കുന്നു. പക്ഷെ അതിനു പകരം അദ്ദേഹം ചെയ്തത് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തിയായിരുന്നു അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ചെയ്യേണ്ടിയിരുന്നത് ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി പുതിയ മുഖങ്ങളെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ. പക്ഷെ അതിനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഞാൻ പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മണിക്കൂറുകൾ നീണ്ട സംവാദങ്ങൾക്കൊടുവിലാണ് രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തുക. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച കൂടി തീരുമാനമെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ കൊണ്ട് തീരുമാനങ്ങളുമായി നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലേക്ക് സെക്രട്ടറി വരുന്നതായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. 10 കൊല്ലം പോണ്ട, കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്ക് പരിശോധിച്ച് നിങ്ങൾക്കറിയാം. അരമണിക്കൂർ ഒരു സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിർഭയം ചർച്ച ചെയ്യുന്നതിന് അവസരമൊരുക്കിയ പാർട്ടി സെക്രട്ടറി. അപ്പൊ അതിന്റെ അർത്ഥം കഴിഞ്ഞ 10 കൊല്ലം നിർഭയമായ അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യത്തോടെ അഭിപ്രായം പറയാനോ പാർട്ടി നേതാക്കന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഫാൻസ് അസോസിയേഷൻ എന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒരു ഫാൻസ് അസോസിയേഷനായി മാറി. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കൊല്ലം സമ്മേളനത്തിന് ശേഷം ഇത് വന്ന വലിയ മാറ്റമായിരുന്നു. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരികെപ്പെട്ടത് ഒരാളെ മാത്രം സ്തുതിപാഠകരായി വെക്കപ്പെട്ട ആളുകൾ മാത്രമാണ്. ആരെങ്കിലും എതിർ ശബ്ദം ഉയർത്തിയിരുന്നോ? അവരാരും. ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. ജെയിംസ് മാത്യുവും പി കൃഷ്ണപ്രസാദ്. അങ്ങേക്കറിയാം, എനിക്ക് CPM-നെ സംബന്ധിച്ച് ഏറ്റവും താത്വികമായി ജനപിന്തുണയുമുള്ള 2 നേതാക്കന്മാരാണ്. അവരിന്ന് എവിടെയാണ് നിൽക്കുന്നതെന്ന് മാത്രം പരിശോധിച്ചാൽ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇരിക്കേണ്ട ആ 2 വ്യക്തിത്വങ്ങൾ ഇന്ന് പാർട്ടിയുടെ പടികൾക്ക് എത്രയോ താഴെത്തട്ടിൽ നിൽക്കുന്നു എന്ന കാര്യം. CKP പത്മനാഭൻ മറ്റൊരു ഉദാഹരണമാണ്. അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത് വന്നിട്ടുള്ള ഒരു വലിയ പാർട്ടി അപജയമുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് കാരാട്ട് തന്നെ മുമ്പ് എഴുതിയിട്ടുണ്ട്. റഷ്യയുടെ തകർച്ചയെ, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് അന്ന് കാരാട്ട് എഴുതിയതാണ്, വർഗബോധമില്ലാത്ത അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ സോവിയറ്റ് യൂണിയന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തിയതാണ്. ഗ്ലാസ്നോസ്, പെരിസ്ട്രോയിക്ക തുടങ്ങിയിട്ട് പരിഷ്കാരങ്ങളിലേക്ക് ഗോർബച്ചേവിനെ നയിക്കുകയും തുടർന്ന് അവിടെ കമ്മ്യൂണിസം തകരുന്നതിനിടയായതും എന്ന് പറഞ്ഞത് കാരാട്ടാണ്. ആ കാരാട്ട് തന്നെയാണ് കേരളത്തിലും ഇന്ത്യയിലും ആകമാനം തൊഴിലാളി വർഗത്തിൽ നിന്ന് പുറത്തു നിന്ന് കൊണ്ടുവന്ന വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാരെ കൃത്യമായി റിസർവേഷനിലൂടെ പ്രൊമോട്ട് ചെയ്തതിന്റെ കൂടി പരിണിത ഫലമാണ് ഇന്ന് പാർട്ടി അനുഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. ഒരുപക്ഷെ CITU ഒരു പാർട്ടിയിൽ നടന്ന ഒരു വലിയ ആശയ സമരത്തെ തുടർന്ന് CITU നേതാക്കന്മാരെ ആകമാനം നിരത്തിയിരുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസം CPM-ന് ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലൊരു പ്രതിഭാസം ഇപ്പോ പാർട്ടിക്കുള്ളിൽ നടക്കുന്നതിനുള്ള സാഹചര്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക് വല്ലാത്ത അങ്കലാപ്പിലാണ് CPM നിൽക്കുന്നത്. അതുകൊണ്ടാണ് എടുക്കുന്ന തീരുമാനങ്ങൾ CPM-നെ സംബന്ധിച്ച്, കാരണം വളരെ കൃത്യമായി ആടിനെ പട്ടിയാക്കുന്ന പ്രവൃത്തി നടത്തുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള വലിയ കൗശലം
ഞങ്ങൾ മുൻ CPM-കാർക്ക് ഞാനടക്കമുള്ള CPM-കാർക്ക് മുമ്പ് പരിശീലനം ലഭിച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ. പക്ഷെ അത് ഇന്ന് അത് വീണ്ടും ആവർത്തിക്കുകയല്ല വേണ്ടത്. കാരണം നമുക്കറിയാം ഇപ്പോ കോക്രോച്ച് പാർട്ടിയുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അപ്പോ ആ അർത്ഥത്തിൽ നമുക്കറിയാം ഒരു പയ്യൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ ഇന്ത്യ ഒട്ടാകെ വലിയ സ്വീകാര്യത, അതൊക്കെ മനസ്സിലാക്കാനുള്ള പുതിയ കാലത്തെ തിരിച്ചറിയാനുള്ള വിവേകം പാർട്ടിക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ബംഗാളും ത്രിപുരയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനും പോലെ കേരളവും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് വസ്തുത. കാരണം കമ്മ്യൂണിസം ഇടതുപക്ഷം എന്തായാലും കേരളത്തിൽ ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. അത് CPM അല്ല ഇടതുപക്ഷമാകാൻ പോകുന്നത്. യഥാർത്ഥ ഇടതുപക്ഷം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്ന വസ്തുതയാണ്. അത് ഒരു പക്ഷേ ഹാഷിം അലിയിലിന് പയ്യന്നൂരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, കയ്യൂര്, കരിവള്ളൂര്, പുന്നപ്ര, വയലാർ തുടങ്ങിയിട്ടുള്ള രക്തസാക്ഷി മണ്ഡലം, മൊറാഡ തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന രക്തസാക്ഷി മണ്ണുകളെല്ലാം ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികളാണ് നിയമസഭയിൽ ഇരിക്കുന്ന കാര്യം ഓർക്കുകയാണ്. അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നേതൃത്വത്തെ തിരുത്തിയ അണികളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ആ തിരിച്ചറിവ് പാർട്ടിക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നമസ്കാരം. ഓക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു അഡ്വക്കേറ്റ് അസ്കർ.